കടലേ കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ. കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ. മലരിന്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ തഴുകുന്ന നേരം പൊന്നിതളുകൾ കൂമ്പുന്ന മലരിന്റെ നാണം പോൽ അരികത്തു നിൽക്കുന്നു നീ ഒരു നാടൻ പാട്ടായിതാ നാടൻ പ്രേമത്തിന്റെ നിലയ്ക്കാത്ത പാട്ടായിരാ കടൽ തിരയാടുമി തീമണലിൽ കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണിശങ്കുകളായി കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ. അതെ MJ അങ്കിൾ, നമുക്ക് പണ്ടൊരു ഓറഞ്ച് ഊട്ടിയില്ലായിരുന്നു, അതുപോലെ ഒരു ഓറഞ്ച് ഊട്ടി. സാറേ, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ ഈ ഡ്രസ്സ് തന്നതേ ആറ്റിങ്ങൽ ആലങ്കോട്ടിലെ റെയിൻബോ സ്റ്റിച്ചിങ് സെന്ററിലെ കുറെ ആന്റിമാരാണ്. അവർക്ക് എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കും. ആറ്റിങ്ങലിലെ റെയിൻബോ സ്റ്റിച്ചിങ് സെന്ററിലെ ചേച്ചിമാർക്കെല്ലാം നമ്മുടെ ശിവകാമിക്കുട്ടിക്ക് ഈ ഉടുപ്പ് കൊടുത്ത ആന്റിമാർക്കെല്ലാം സൂപ്പർ ഉടുപ്പായിട്ട്, നല്ല കോമ്പിനേഷൻ, സിൽവറും ഓറഞ്ചും. ശിവകാമി കുഞ്ഞ്, എന്തോ നമ്മുടെ ശിവകാമി കുഞ്ഞ് പാടുമ്പോ കാത് കവിയും കണ്ണു നിറയും. എപ്പോഴും എനിക്ക് അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ മീനുകുട്ട, എപ്പോഴും എനിക്ക് ആ ഒരു ഫീലാണ് വരണേ. അപ്പോൾ ശിവകാമി കുഞ്ഞ് നമ്മളോടെല്ലാം പറയാതെ പറയുന്ന ഒരു കാര്യമാണ്. അതെന്താ വെച്ചാൽ ഇമോഷൻ ഫസ്റ്റ്, ടെക്നിക്സ് ലേറ്റർ. അതാണ്. അപ്പോൾ ഈ പാട്ടിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, ഇമോഷൻസും ഉണ്ട്.
അപ്പോൾ മോളെ സംബന്ധിച്ചിടത്തോളം മോള് ആ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്നു, ടെക്നിക്സിനെക്കാളും കൂടുതൽ വാല്യൂ കൊടുക്കുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ടെക്നിക്സിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാണ് ആ സംഗതികൾ എന്ന് പറയുന്നത്, അല്ലേ? ആർക്കും ഈ പാട്ടെടുത്ത് പാടാനായിട്ട് വളരെ ടഫാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ കുഞ്ഞാണ് ശിവഗാമി കുഞ്ഞ്. ആ കുഞ്ഞിന് ഈ പാട്ട് കുറച്ച് ഭാരം കൂടുതലാണ്. പക്ഷെ ആ ഭാരം പോലും ഇങ്ങനെ ഒരു ചിരിയിൽ ഒതുക്കിക്കൊണ്ട് അതിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്, അതിനെ കൊണ്ടാടുന്നത്, അത് ശിവഗാമി കുഞ്ഞിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അതിനൊരു നല്ലൊരു കൈയടി കൊടുക്കാം. പിന്നെന്താ വെച്ചാൽ ചെറിയൊരു പേടിയുള്ളതായിട്ട് എനിക്ക് അങ്കിളിൽ തോന്നി. ഇല്ല, ഒരു ഗ്ലും വന്നില്ലേ? ആദ്യമായിട്ടാണ് ശിവഗാമി കുഞ്ഞ്, ശിവഗാമി കുഞ്ഞ് ഇന്ന് ഗ്ലും കുട്ടിയായി. അതെ, എന്ത് പറ്റി? കാണാ ശിവഗാമി കുട്ടിക്ക് അറിഞ്ഞൂടാ എന്താ പെട്ടെന്ന് ആ സമയത്ത് അങ്ങനെ പറ്റി. ഗ്ലും ഒക്കെ വരും കേട്ടോ, അത് സാരമില്ല, നമ്മളെടുത്ത് വെളി കളഞ്ഞു. അനുരാഗ ഗാനം പോലെ എന്ന് പാടിയില്ലേ, സൂപ്പറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുക്കുന്നു കൂടുന്നു ഇതാ കഴിഞ്ഞിട്ടൊരു ഹമ്മിങ് പാടിയില്ലേ, അതെങ്ങനെയാണ് പാടിയേ? ഒരുക്കുന്നു കൂടുന്നിതാ, ഒരുക്കുന്നു കൂടുന്നിതാ. അത് നേരത്തെ പാടിയപ്പോ സൂപ്പറായിരുന്നേ. അതെ, അതിനൊരു കൈയടി കൊടുക്കണം. ഈ പ്രായത്തിൽ ഈ പാട്ട് പാടാന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യമല്ല. എനിക്ക് 50-55 വയസ്സുണ്ട്, എനിക്ക് പാട്ട് പാടാനേ പറ്റൂല കേട്ടോ. അപ്പൊ ശിവഗാമി കുഞ്ഞിനെയൊക്കെ ഒന്ന് നമസ്കരിക്കണം. നമസ്കാരം എന്ന് പറയണം. ഈ ഒരു പാട്ട് എനിക്കൊന്ന് ശിവഗാമി കുട്ടിക്ക് മാത്രമേ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും തോന്നുന്നുണ്ട്. ഈ ഒരു ഏജില് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിന്റെ എന്താ പറയാ, പ്രായത്തിൽ കവിഞ്ഞ് ആ പാട്ട് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതും നല്ല രസത്തില് ശിവഗാമിക്കുട്ടി ഓരോന്ന് പഠിക്കുന്നത് കാണുന്നുണ്ട് ഈ പാട്ടിലൂടെ. ചെറിയ ബ്രീത്തിങ്ങിന്റെ കാര്യങ്ങള്, ചില സ്ഥലത്തൊരു ഗ്യാപ്പ് എടുക്കുന്നത്. ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്. ഹാറ്റ്സ് ഓഫ് ടു യു ഫോർ സിംഗിങ് ഇറ്റ് ഹിയർ കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി ശിവഗാമിക്കുട്ടി, ബ്യൂട്ടിഫുൾ. നന്നായിരുന്നു, നല്ല സെലക്ഷൻ, ഉഗ്രൻ സെലക്ഷൻ. അത് പാട്ടുകാർക്ക് വളരെ, നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ടഫായിട്ടുള്ള പാട്ടാണ്. പക്ഷെ എല്ലാവരും പാടാൻ ഇഷ്ടപ്പെടുന്ന, കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഉഗ്രൻ മെലഡിയാണ് ഈ പാട്ട്. ഒരു ദിവസം എത്ര പ്രാവശ്യം കേട്ടാലും പിന്നെയും കേൾക്കാൻ തോന്നും. മടുപ്പ് എന്ന് പറഞ്ഞ വരികയില്ല ഈ പാട്ട്. അതെ 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 അതെ. നേരത്തെ ആര്യ പറഞ്ഞ പോലെ ഇത് ഈ പ്രായത്തിൽ ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. ഗ്രൂമിങ്ങിന്റെ സമയത്തൊക്കെ ഇതിന് നന്നായി പാടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്നിപ്പോ ചില സ്ഥലങ്ങളിൽ അതൊക്കെ ഒന്ന് സ്ലിപ്പായിട്ടുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ഭാഗങ്ങളുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് നേരത്തെ MJ അങ്കിൾ പറഞ്ഞ അനുരാഗ ഗാനം പോലെ ഒരുക്കുന്നു കൂടുന്നു ഇതാ രാസംഗതി. പക്ഷെ ചരണത്തിൽ ഒരു നാടൻ പാട്ടായിത എന്ന് പാടിയ അവിടെ ആ ഹമ്മിങ് പാടിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് പെർഫെക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മധുരമായി പാടും മണിശങ്കർ, അത് നേരത്തെ പറഞ്ഞല്ലോ MJ അങ്കിൾ, ആദ്യത്തെ പല്ലവിയില് ലാസ്റ്റ് പല്ലവിയിലും കുറച്ച് സ്ലിപ്പായി. പക്ഷെ മിഡ് പല്ലവിയില് അനുപല്ലവി കഴിഞ്ഞ് വരുന്ന പല്ലവിയിൽ അത് കറക്റ്റായിട്ട് വന്നു, പെർഫെക്റ്റ് ആയിട്ട് വന്നു. എപ്പോഴും ഒരു ഈസി ആയിട്ട് പാടുന്ന പോലെയാണ് നമുക്ക് തോന്നാറ്. ഈ പാട്ട് പാടിയപ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. പക്ഷേ കുറച്ചും കൂടി പെർഫെക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ടഫായിട്ടുള്ള പല ഭാഗങ്ങളും ഈസി ആയിട്ട് പാടുകയും ചെയ്തു. അപ്പം എന്തായാലും മിടുക്കിയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഈ പാട്ട് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ശിവഗാമി കുഞ്ഞിന് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97 on 100. അപ്പൊ ശിവഗാമി കുട്ടി ഇനി പോയിട്ട് എന്ത് ചെയ്യാൻ പോവാ? കളിക്കാറുണ്ടോ പുറത്തു പോയിട്ട്? ആരുടെ കൂടെയാ കളിക്കുക? ഇവിടെ കളിക്കൂല. ഇവിടെ അതെന്താ ഇവിടെ കളിക്കാത്ത? ഇവിടെ ഫ്രണ്ട്സ് കുറവാണോ? ആരാ ഫ്രണ്ട് ആരാ ഉള്ളത്? ബെസ്റ്റ് ഫ്രണ്ട് ആരാ ഇവിടുത്തെ? എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട് ആര് ചേച്ചി? ഒരാള്, എന്നാലും ഒരാളെ പറയാൻ പറ്റുവോ? ഇല്ല. വില്ലയിൽ ആരുടെ കൂടെ കൂടുതൽ നേരം കളിക്കാറുള്ളത്? വില്ലയില് കളിക്കുവോ? ആരുടെ പോവാറില്ല. ആരുടെ പോവാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെ, ഫുൾ ടൈം. അപ്പൊ ആരുടെ കൂടെ കളിക്കുക? അനിയന്റെ കൂടെ ആണോ? ഇവര് റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഇവർ രണ്ടുപേരും കൂടെയാണ് കളിക്കുക. പുറത്തിറങ്ങിയുള്ള കളിയൊന്നും ഇല്ല. അതെ, എന്നാ പോയി രണ്ടുപേരും കൂടെ കളിച്ചോ കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.